രാധാകൃഷ്ണന്മാര് കല്യാണം കഴിച്ചിരുന്നോ എന്നൊക്കെയുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മുടെ മനസ്സിലല്ല അവരെ ഇതിലുണ്ടാകാൻ സാധ്യതയുണ്ട്. Bhandirvan Dham, where you may all, after going back, you may all get questions that Srimati Radharani and Krishna got married or not. They are, we heard so many things about them. They never got married. So this is the proof. This is not written in any Shastra. This will be known only to the Brajavasis and to the aspired devotees who are under Guru's guidance. They only know about this. ഇവിടെ നമ്മൾ ഇവിടെയൊക്കെ വന്നു പോകുമ്പോഴായാലും മറ്റ് ശാസ്ത്രങ്ങളൊക്കെ വായിക്കുന്ന സമയത്തായാലും നമുക്ക് ഇനി രാധാകൃഷ്ണന്മാര് കല്യാണം കഴിച്ചിരുന്നോ എന്നൊക്കെയുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മുടെ മനസ്സിലല്ല അവരെ ഇതിലുണ്ടാകാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെയുള്ളൊരു പ്രൂഫ് ശാസ്ത്രങ്ങളിലൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇതിനുള്ള റിയലായിട്ടുള്ള പ്രൂഫാണ് ഇവിടെ വരുന്ന അല്ലെങ്കിൽ ഇവിടെ ജീവിക്കുന്ന വ്രജവാസികൾക്കായാലും യോഗ്യവര്യന്മാർക്കായാലും അവർക്കൊക്കെ മാത്രം അറിയുന്ന വളരെ സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഭഗവാന്റെ ഒരുപാട് സീക്രട്ട് ലീലകള് നടന്നിട്ടുണ്ട്. അത് എല്ലാ ശാസ്ത്രങ്ങളിലൊന്നുമില്ല, എല്ലാവർക്കും അറിയത്തില്ല. അതിന്റെ മെയിൻ ഉദാഹരണമാണ് നമ്മുടെ ചൈതന്യ മഹാപ്രഭു, നിത്യാനന്ദ പ്രഭു. നമ്മുടെ ഈ 52 പേരിൽ തന്നെ വളരെ ഒരു 10% ആളുകൾക്ക് പോലും ഇങ്ങനെ 2 അവതാരങ്ങളെ കുറിച്ചിട്ട് അറിയില്ല. ഗുഹ്യാവതാരം എന്നാണ് പറയുന്നത്. അപ്പൊ അത് ഇത്ര മനോഹരമായിട്ട് ലോകം മുഴുവൻ വാഴ്ത്തി പാടിക്കൊണ്ടിരിക്കുകയാണ്. അവരെ പാശ്ചാത്യ നാടുകൾ വരെ വാഴ്ത്തി പാടിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും നമ്മൾക്കറിയില്ല എങ്കിൽ ഇതുപോലെ തന്നെയാണ് വളരെ രഹസ്യമായിട്ടുള്ള ഒരുപാട് അറിവുകൾ ഈ വ്രജവാസികളായിട്ടുള്ള അവരിൽ നിന്ന് നമ്മൾക്ക് കിട്ടാനുണ്ട്, അവരുടെ പൂർവികരിൽ നിന്ന് കിട്ടാനുണ്ട്. അതൊക്കെ ഈ മാതാജിയുടെ കാര്യം കൊണ്ട് നമ്മൾക്കും അത് മനസ്സിലാക്കാൻ പറ്റി. മറ്റുള്ള യാത്രികർക്കൊന്നും കൊണ്ടുവരുന്നവർക്കൊന്നും ഇങ്ങനെയുള്ള ഡീപ്പായിട്ടുള്ള കഥകൾ അവർ സൃഷ്ടിക്കില്ല. കാരണം അവര് ആ വ്രജവാസികളായിട്ട് കണക്റ്റഡ് അല്ല. അവർക്ക് മാത്രം അറിയുന്ന ഒരുപാട് രഹസ്യമായിട്ടുള്ള ഭഗവാന്റെ ലീലകളെ കുറിച്ചൊക്കെ നമ്മൾക്ക് ഇപ്പൊ ഇത്ര ദിവസം കൊണ്ട് കുറെയൊക്കെ നമുക്കറിയാൻ പറ്റി. അതിലൊന്നാണ് ഇവിടെ ഭഗവാന്റെ രാധാറാണിനെ കല്യാണം കഴിഞ്ഞ സ്ഥലം. Here, when Krishna was small, he was being brought by Nanda Maharaj here, and at the same time, he was playing around. And Srimati Radharani, she is always around Krishna. നന്ദപരാജ് ഇവിടെ വരുന്ന സമയത്ത് അവരുടെ അടുത്ത് തന്നെയാണ് വീടും. അപ്പോ ഭഗവാനും ഇവിടെ മറ്റുള്ള ആളുകളൊക്കെ ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ രാധാറാണിയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഇപ്പൊ ചെറുതായിരുന്നാലും വലുതായിരുന്നാലും എപ്പോഴും കൃഷ്ണന്റെ ആ ഒരു ചുറ്റുവട്ടത്തിൽ തന്നെ ആയിരിക്കുള്ളൂ. അതിന്റെ അത് വിട്ടിട്ട് പോകില്ല. ആ പ്രഭാവലയം വിട്ടിട്ട് രാധാറാണിക്കും പോകാൻ പറ്റില്ല. Wanted to aspire for the Leela to happen, that they are getting married. അങ്ങനെ ഈ ലീല നടക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആ ലീല ആടുന്നതിന് വേണ്ടിയിട്ട് അവര് അതിന് ഞാൻ ഇത്തിരി വ്യത്യസ്തമായിട്ട് ഇത് പറഞ്ഞത്. അങ്ങനെ ഈ സമയത്ത് ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭഗവാൻ ശരിക്കും പറഞ്ഞത് കണ്ണൻ നിർബന്ധിച്ചതിന്റെ പേരിലാണ് അച്ഛൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്, അതിന്റെ ഗോപുരം ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ കാർമേഘങ്ങൾ മൂടി മഴയുടെ ഒരു ഇതൊക്കെ ഉണ്ടെങ്കിൽ കണ്ണൻ കരയാൻ തുടങ്ങി. കൊച്ചുകുട്ടിയാണ്, 3 വയസ്സ് പ്രായമുള്ള കുട്ടിയാണ്. അപ്പൊ കരയാൻ തുടങ്ങി കഴിഞ്ഞപ്പോ നന്ദഗോപുരത്തിന് വീട്ടിലേക്ക് പോകാൻ ഇച്ചിരി ദൂരല്ലേ. അപ്പോ അതാ വരുന്നു, രാധ വരുന്നു. അപ്പൊ രാധയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു വേഗം കൊണ്ടിട്ട് യശോദാമ്മയുടെ അടുത്ത് കൊണ്ടാക്കാൻ പറഞ്ഞു. അങ്ങനെ രാധ കണ്ണനെ വാരിയെടുത്ത് നടക്കുകയാണ്. ആ നടക്കുന്ന സമയത്ത് ഈ ഭാഗത്ത് എത്തിക്കഴിഞ്ഞപ്പോ രാധയുടെ സൗന്ദര്യം ഇങ്ങനെ വർദ്ധിച്ച് ഒരു യുവ കോമളനായിട്ട് ഭഗവാനും പറഞ്ഞു ഒരു മനോഹരിയായിട്ടുള്ള ഒരു യുവതിയായിട്ട് രാധാറാണിയും വന്നു. അത് ഈ ലീലയുടെ ഭാഗമായിട്ടാണ്. നമ്മളിതൊക്കെ കേൾക്കുമ്പോ ഇതൊക്കെ ഇങ്ങനെ നടന്നിട്ട് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആരും ദയവ് ചെയ്തിടരുത്. എന്താ വെച്ചാൽ അതൊക്കെ ധാമ അപരാധമായിട്ട് മാറും. പക്ഷെ നമ്മളൊക്കെ ഇതിൽ നിന്ന് ഇങ്ങനെയുള്ള കഥകൾ കേട്ടിരിക്കാൻ നമ്മൾക്ക് ഇൻട്രസ്റ്റ് ആയില്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭഗവാനായിട്ട് അടുക്കുന്നു എന്നർത്ഥം. ഇത് തന്നെയാണ് ഭഗവാന്റെ ഉദ്ദേശം. ഈ ലീലകൾ ആടുന്നതിന്റെ ഒക്കെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മളെ അട്രാക്ട് ചെയ്യാനാണ് ഭഗവാനായിട്ട്. അപ്പൊ ഇവിടെ വന്ന സമയത്ത് അവർ ഇങ്ങനെ 2 വലിയ രൂപങ്ങളായിട്ട് വന്ന്
അങ്ങനെ അത് ഇനി ബാലാജി പറഞ്ഞ ശേഷം പറയും. ഓക്കെ. So both of them became young in the Yuva Avastha, where two girl and the boy get married. In the same way, both became. This is Leela. So in Leela, everything can happen. Don't think that how this has happened. When somebody asks what is Bhagavan doing, Bhagavan is taking out elephant from the needle hole. That means we have to believe that Bhagavan can do everything. അപ്പൊ ഇത് വെറും ലീലയായിട്ട് കാണാൻ, നമ്മൾ തമാശയായിട്ടൊന്നും കാണാൻ പാടില്ല. കാരണം ഒരു സൂചിയുടെ ആ ഓട്ടയുടെ ഉള്ളിൽ കൂടെ ആനയെ കടത്താൻ പറ്റുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? പറ്റുമോ ആർക്കെങ്കിലും? നൂല് തന്നെ കടത്താൻ വേണ്ടിയിട്ട് നമ്മൾ കെടുത്തുനിന്ന് പെടുന്ന പാട് നമുക്കറിയാം. ആ ഓട്ടയിൽ കൂടെയാണ് ഇത്രയും വലിയ ആനനെ കയറ്റുന്നത്. ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി. ഒരു ചക്കക്കുരു ഇത്ര ഉള്ളതാണ് അല്ലേ? ആ ചക്കക്കുരുവിന്റെ അകത്ത് ലക്ഷക്കണക്കിന് ചക്കയും ലക്ഷക്കണക്കിന് പ്ലാവിനെയും ഒളിച്ചു വെക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ടെങ്കിൽ, ഒരു ചക്കക്കുരു കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു മരം വന്നു അല്ലേ? ആ മരത്തിൽ എത്ര ചക്ക ഉണ്ടാവും? ആ ഓരോ ചക്കയിലും എത്ര കുരു ഉണ്ടാവും? ആ കുരുക്കളൊക്കെ കുഴിച്ചിട്ട് എത്ര മരങ്ങൾ ഉണ്ടാവും? അപ്പോ ലക്ഷക്കണക്കിന് വൃക്ഷങ്ങളെ ഈ ഒരു ചക്കക്കുരുവിന്റെ ഉള്ളില് സൂക്ഷിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ടെങ്കിൽ ഒരു ആനനെ ഈ സൂചിനുള്ളിൽ കൂടെ കടത്താനാണ് ബുദ്ധിമുട്ട്. അവിടെയാണ് നമ്മൾ ഭഗവാനെ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ വേണം ഭഗവാനെ മനസ്സിലാക്കാൻ അറിയാൻ. So at that time, Sakshat Brahma became the priest and performed all the rituals, mantras to both of them get married, and all the Devi Devatas became the Sakshi, and they put flowers and garlands, and they became part of this Leela. They got the opportunity to see this Leela. ഇത് മനസ്സിലാക്കിയ ബ്രഹ്മദേവൻ അവിടെ പ്രത്യക്ഷപ്പെടുകയും, ആ ബ്രഹ്മദേവനായിരുന്നു അന്ന് ശരിക്കും പറഞ്ഞാൽ പൂജാരി ആയിട്ടുണ്ടായിരുന്നു. ഇവരുടെ കല്യാണത്തിന് പ്രീസ്റ്റ് ആയിട്ടുണ്ടായിരുന്ന ബ്രഹ്മദേവനാണ്. ആ ബ്രഹ്മദേവൻ എല്ലാ പൂജാ സാമഗ്രികളെല്ലാം ഒരുക്കി അവർക്ക് കല്യാണ മണ്ഡപം തയ്യാറാക്കി അവരുടെ കല്യാണ മണ്ഡപത്തിലിരുത്തി കല്യാണം കഴിപ്പിച്ചു കൊടുത്ത ആള് ബ്രഹ്മദേവനാണ്. ആ സമയത്ത് സ്വർഗലോകത്തിൽ നിന്നിട്ടുള്ള എല്ലാ ദേവീദേവന്മാരും ഇതിന് സാക്ഷികളായിട്ടുണ്ടായിരുന്നു. അവരൊക്കെ പുഷ്പവൃഷ്ടി നടത്തുകയും ഹാരങ്ങൾ അണിയിക്കുകയൊക്കെ ചെയ്തു. ഇവരൊക്കെയാണ് ഈ കല്യാണത്തിന് സാക്ഷികളായിട്ടുണ്ടായിരുന്നത്. And we also were part of this Leela. That is why we are here today. നമ്മളും ആ ലീലകളിൽ ഏതെങ്കിലും ഒരു ഭാവത്തിൽ, ചിലപ്പോ വല്ല ഉറുമ്പായിട്ടോ പുല്ലായിട്ടോ വൃക്ഷങ്ങളായിട്ടോ പക്ഷികളായിട്ടോ മൃഗങ്ങളായിട്ടോ ഒക്കെ നമ്മളും അതിനകത്തൊരു പാട്ടായിരുന്നതിന്റെ പേരിലാണ് നമ്മൾ. For this body it may be new place for you, but you are from this Leela Stali only. Don't forget that. നമ്മൾ ഒരിക്കലും മറക്കരുത്. കാരണം ഇപ്പോ നമ്മൾ ഈ ശരീരത്തിൽ ഇരുന്നിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ മറ്റൊരു ശരീരത്തിൽ മുന്നേ ഇവിടെ ഉണ്ടായിരുന്നതിന്റെ പേരിൽ മാത്രമാണ് നമ്മൾക്ക് ഈ ശരീരവും കൊണ്ടിട്ട് ഇവിടെ വരാൻ സാധിച്ചത്. അതൊരിക്കലും നമ്മൾ മറക്കരുത്. Another Leela happened is once Krishna's sakhas were very much thirsty. So with his venu, his flute, he pressed on the ground and water came, and all sakhas quenched their thirst. So there is one well here. In Somavati Amavasya, every Somavati Amavasya, milk comes from that well, and whoever drinks or takes snan, females, they get pregnant. Whoever don't have children, they come here on that particular day, and their all desires to become a mother is fulfilled. ഈ സോമാവതി അമാവാസി എന്നുള്ള ദിവസത്തില് ഇവിടെ ഈ ഒരു കിണറുണ്ട്. ആ കിണറിൽ പാല് വരുമെന്ന്, ആ സമയത്ത് ഇവിടെ വന്ന് അതിൽ കുളിക്കുകയോ അല്ലെങ്കിൽ ആ വെള്ളം കുടിക്കുകയോ ചെയ്യുന്നവർക്ക് കുട്ടികളില്ലാത്തവർ കുട്ടികളാകും, പ്രഗ്നന്റ് ആകാതിരുന്ന ഒരു പ്രഗ്നന്റ് ആകും. ഇതെങ്ങനെ വന്നു വെച്ച് കഴിഞ്ഞാൽ ഭഗവാന്റെ സഖമാര് എന്ന് വെച്ചാൽ ഗോപന്മാരൊക്കെ വളരെ ദാഹിച്ചിരിക്കുന്ന സമയത്ത് ഭഗവാൻ അവർക്ക് വേണ്ടിയിട്ട് ആ വേണു ഇത് കൊണ്ട് കുത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടക്കുഴൽ കൊണ്ട് കുത്തിയിട്ട് അവിടെ ഉണ്ടാക്കിയിട്ടുള്ള ആ കിണറാണിത്. അപ്പൊ അതില് ഈ ഒരു സോമവതി അമാവാസി ടൈമില് ഇന്നും ഇവിടെ അതിന് പാല് വരുമെന്നാണ് പറയുന്നത്. Another Leela also happened. There was a Parambasur Asur. He came and wanted to kill Krishna.
he came disguised, became a small child and mixed with all children. They all were praying. Whoever win, they will be carried by the loser team. ഇവിടെ പ്രളംബാസുരൻ എന്നുള്ള ഒരു അസുരനെ വധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ലീലയും നടന്നിട്ടുള്ള ഒരു സ്ഥലമാണ് ഇവിടെ. അപ്പോ അദ്ദേഹം ഒരു കൊച്ചുകുട്ടി, ഇവരൊക്കെ കൂട്ടുകാരൊക്കെ കളിക്കുമ്പോൾ അവരുടെ കൂടെ അതുപോലെ വേഷം കെട്ടി ഒരു കുട്ടിയായിട്ട് തന്നെ വന്നു. അപ്പൊ ഇവര് കളിക്കുമ്പോ എന്ന് പറഞ്ഞാൽ നമ്മളായി കഴിഞ്ഞാൽ 2 ടീമായിട്ട് കളിക്കില്ലേ നമ്മള്. അപ്പൊ തോൽക്കുന്ന ആളുകൾ ഇപ്പൊ ഇതിലൊക്കെ കാണിക്കാറില്ലേ, എന്താ പറയാ, പ്ലാവലോണ്ട് കുത്തിയിട്ടുള്ള ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ആകണം എന്നൊക്കെ പറഞ്ഞു. അതുപോലെ തോൽക്കുന്ന ആളുകള് ജയിക്കുന്ന ആളുകളെ തോളിലേറ്റിയിട്ട് നടക്കണം. അതാണ് അന്നത്തേത്. So at that time Balram's team lose. So he carried Pralambasur on his back and was running. When he was running, going ahead and ahead, this Pralambasur was saying, go more, go more, go more. Then Balram is taking more, and the more distance he is traveling, the more heavier Pralambasur was becoming. അപ്പോ അങ്ങനെ ബലരാമന്റെ ടീമാണ് അന്ന് തോറ്റത്. അപ്പോ തീർച്ചയായിട്ടും ബലരാമന്റെ ടീം മറ്റേ ടീമിനെ തോളിലേറ്റി കൊണ്ടു നടക്കണം. അപ്പോ പ്രളംബാസുരൻ എന്ത് പറഞ്ഞു, നേരെ വന്ന് ബലരാമന്റെ മുകളിൽ കയറിന്നിട്ട് പറഞ്ഞു നടക്കാൻ പറഞ്ഞു. അങ്ങനെ കുറച്ച് നടന്നു. സാധാരണ രീതിയിൽ കുറച്ച് അവര് ഇങ്ങനെയൊക്കെ നടത്തല്ലേ ഉള്ളൂ. പറഞ്ഞു ഇനിയും പോകും എന്ന് പറഞ്ഞിട്ട് കൂടുതൽ ദൂരേക്ക് കൊണ്ടുപോയി. ആ പോകുന്നതനുസരിച്ചിട്ട് ഈ പ്രളംബാസുരന്റെ ഭാരം വർദ്ധിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം വലുതായിക്കൊണ്ടിരുന്നു. വെച്ച് കഴിഞ്ഞാൽ അസുരന്മാർക്കൊക്കെ അങ്ങനെയുള്ള ഇതുകളുണ്ടല്ലോ, അവർക്ക് രൂപം ചെറുതാകാനും വലുതാകാനും അതുപോലെ മറ്റു പല രൂപങ്ങൾ കൊള്ളാനും അതൊക്കെ അവരുടെ തപശക്തി മൂലം അവർ തപസ്സിനൊക്കെയാണ് ഇങ്ങനെയൊക്കെയുള്ള വിവരങ്ങളൊക്കെ വാങ്ങിക്കണം. അങ്ങനെ കരുതിയിട്ടുണ്ടായിരുന്നു. One more thing, whether you have observed in Nandagram temple, what is the color of Balaram? Anybody observed? Anybody had darshan of Nandagram? ആ നന്ദഗ്രാമില് നമ്മൾ ഇന്നലെ പോയപ്പോ കുറെ നേരം നിങ്ങൾ അവിടെ ഇരുന്ന് 500,000 കൊടുത്തിട്ട് വലിച്ചില്ലേ, അതിന്റെ ഏറ്റവും ബാക്കിൽ ഉണ്ടായിരുന്നത് ബലരാമനാണ് വലിയ രൂപത്തിൽ. എന്തായിരുന്നു കളറ്? ബ്ലാക്ക് ആണോ, ഉറപ്പാണോ? കറുപ്പായിരുന്നോ? Balaram color is black or white? Why he is black there? ബലരാമന്റെ കളർ വൈറ്റ് ആണ്, പക്ഷെ അവിടെ ബ്ലാക്ക് ആണ് ഉണ്ടായിരുന്നത്. എന്തുകൊണ്ട് ബ്ലാക്ക് വന്നു എന്നാണ് ചോദിക്കുന്നത്. Because Balaram always wanted to protect Krishna, and for that he said he changed his color because Asur will come and catch Balaram instead of Krishna. So much prema and protection for Krishna. Younger brother, no? That is why. അത് ബലരാമൻ എപ്പോഴും ഭഗവാൻ കൃഷ്ണനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലായിടത്തും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ബലരാമനും കറുത്ത വേഷം ധരിച്ചു. എന്ന് വെച്ചുകഴിഞ്ഞാൽ ഭഗവാൻ കറുത്തതാണ്. ഇപ്പൊ ബലരാമനും കറുത്തതായപ്പോൾ എന്താ സംഭവിക്കുക, രണ്ടിൽ ആരാണെന്നുള്ളത് കൊല്ലാൻ വരുന്നവർക്ക് അറിയാതെ പോകും. അപ്പൊ ആ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ബലരാമൻ എപ്പോഴും കൃഷ്ണന്റെ പ്രൊട്ടക്ഷൻ ആയിട്ടുണ്ട്. അത് നമ്മള് രാമായണ ലീലയിൽ കണ്ടല്ലേ, ലക്ഷ്മണൻ ആരാ? ബലരാമനാ. ലക്ഷ്മണൻ ഈ 14 വർഷവും ഒരു കണ്ണ് പോളടയ്ക്കാതെ ഇരുന്നിട്ടുണ്ട്, ഉറങ്ങിയിട്ടില്ല. 14 വർഷം കൃഷ്ണനെ കാത്താറുകൊണ്ടുണ്ടായിരുന്നതാണ്. സെയിം ആള് തന്നെയാണ് ഈ ലീല വന്നപ്പോ ബലരാമനായിട്ടുള്ളത്. So like that, so for the protection of Krishna, this Pralambasur, then Balaram understood he is not a normal boy, he is some Asur who has come to kill Krishna. Then in that he was thinking at that time only Pralambasur beat him on his head. His head, and then Balaram pulled down and killed with one blow. അപ്പോ ഈ ഭാരം വർദ്ധിച്ചു വരുന്ന സമയത്ത് ബലരാമന് മനസ്സിലായി ഇത് ഒരു സാധാരണ കുട്ടിയല്ല, ഇതൊരു അസുരനാണ് മനസ്സിലായി. അത് ഭഗവാനെ കൊല്ലാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണെന്ന് മനസ്സിലായി. അത് മനസ്സിലാക്കിയ പ്രളംബാസുരൻ ബലരാമന്റെ തലയിൽ ഇടിച്ചു. ആ സമയത്ത് പ്രളംബാസുരന് താഴേക്ക് ഉരുട്ടിയിട്ടിട്ട് നെഞ്ചിൽ ഒരൊറ്റ ഇടി കൊടുത്തു. ബലരാമൻ എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെ അറിയാലോ, ആ ബലുണ്ട് അദ്ദേഹത്തിന്. ആ ഒരൊറ്റ ഇടിയിൽ തന്നെ അദ്ദേഹത്തിന്റെ കഥ കഴിച്ചു. So that Balaram temple is also here, and there is another Katha, Durvasa Muni. Durvasa Muni was staying here doing meditation.
Dwadashi, we do Ekadashi fasting, and then next day we do Dwadashi, we give something to Brahmana, and then only we have. So they all wanted to serve sadhu, Durvasa Muni. So they wanted to come this side. They asked Krishna, how will we cross Yamunaji? At that time no boats. No. Then Krishna told, you can cross Yamunaji by saying, take my lotus feet dust and tell Yamunaji that if Krishna is Balabrahmachari, you give me the way. So Yamunaji gave the way. He went that side, all gopis went that side and fed so many sweets, so many hot, so many things they bought, and Durvasa had everything. And actually Durvasa doesn't eat anything. He eat on Trinamatra. But he had everything. And after that, all gopis said, okay, now we have taken proper care of Durvasa Muni. Now we have to cross the Yamuna. അപ്പോ ദുർവാസാമുനി ഇവിടെ ഇങ്ങനെ തപസ്സിരിക്കുമായിരുന്നുള്ള സ്ഥലം കൂടിയാണിത്. അങ്ങനെ ഒരു ദിവസം ഗോപികമാർക്കെല്ലാവർക്കും കേൾക്കാമല്ലോ, സൗണ്ട് വെച്ചാൽ ഗോപികമാർക്കൊക്കെ നമ്മൾ ദ്വാദശി ദിവസത്തിൽ ഏകാദശി കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമ്മള് ഭഗവാനെ കൂടുതൽ നേദിക്കും അല്ലേ. അപ്പൊ അങ്ങനെ ഇവിടെയൊക്കെ ദ്വാദശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ആഘോഷമായിരിക്കുള്ളൂ. ഒരുപാട് നേദ്യങ്ങൾ ഉണ്ടാക്കും അന്ന് ഭഗവാന് നേദിച്ചിട്ട്. അത് ദുർവാസാമുനിക്ക് കൊടുക്കണമെന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അത് ചെന്ന് കൃഷ്ണന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോ എന്ന് വെച്ചാൽ യമുന ക്രോസ് ചെയ്തിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. അപ്പോ കൃഷ്ണൻ പറഞ്ഞു കുഴപ്പമില്ല, നിങ്ങൾ പോയിക്കോളൂ. അപ്പൊ എങ്ങനെ ക്രോസ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ യമുനാജിയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞാൽ മതി, കൃഷ്ണൻ നിത്യബ്രഹ്മചാരിയാണ് എങ്കിൽ വഴി മാറാൻ പറഞ്ഞു. കൃഷ്ണൻ നിത്യബ്രഹ്മചാരിയാണോ? അപ്പൊ യമുന വഴിമാറി. അതുപോലെ തന്നെ അവര് കൊണ്ടുവന്ന എല്ലാ പ്രസാദവും അദ്ദേഹം വയറ് നിറഞ്ഞു. ഒരുപാട് കൊട്ടകളിലാക്കിയാണ് ഇവരെല്ലാവരും ചുവന്നുകൊണ്ട് വന്നിരുന്നത്. അതൊക്കെ അദ്ദേഹത്തിന് വിളമ്പി അദ്ദേഹം അതെല്ലാം വയറ് നിറച്ച് കഴിച്ചു, കംപ്ലീറ്റ് കഴിച്ചു. ആ സമയത്ത് അവർക്ക് തിരിച്ചു പോണ്ടേ, തിരിച്ചു പോകണമെന്നാണ് യമുന ക്രോസ് ചെയ്തേ മതിയാവും. ആ സമയത്ത് അത് Durvasa Muni told, now you can cross the Yamunaji by telling that Durvasa Muni doesn't eat anything other than the Trinamatra. Same thing happened. They took the lotus feet dust of Durvasa Muni and crossed Yamunaji. Then after reaching, they went and asked, what is this? How this can happen? Yet you are having so much Rasalilas with all the gopis and you say you are Balabrahmachari. And the other way around, Durvasa Muni is saying, I don't eat other than a Trinamatra. How is this possible? ദുർവാസാമുനിയുടെ അടുത്തും ചോദിച്ചു, ഞങ്ങൾ എങ്ങനെ അപ്പുറത്തേക്ക് കിടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ ദുർവാസാമുനി പറഞ്ഞു ദുർവാസാമുനി ഒരു ഗർഭപ്പുല്ലല്ലാതെ ഒന്നും കഴിക്കില്ല എന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ യമുന വഴിമാറും എന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ അവർ ആ ദുർവാസാമുനിയുടെ കാൽപാദങ്ങളിലെ കുറച്ച് മണത്തരികൾ എടുത്തിട്ട് പോയിട്ട് യമുനാജിയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ദുർവാസാമുനി ഗർഭപ്പുല്ലല്ലാതെ മറ്റൊന്നും കഴിക്കില്ല എങ്കിൽ വഴി മാറുമെന്ന് പറഞ്ഞു. പക്ഷെ അവരുടെ മുന്നിലല്ലേ ഈ കൊണ്ടുവന്നൊക്കെ അദ്ദേഹം വയറ് നിറച്ച് കഴിച്ചത്. അപ്പൊ അങ്ങനെ വഴി മാറി. അങ്ങനെ നേരെ ഭഗവാൻ കൃഷ്ണന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഇത് എങ്ങനെ സംഭവിക്കുന്നു കഴിഞ്ഞാൽ കൃഷ്ണൻ ബാലബ്രഹ്മചാരിയാണോ നിത്യബ്രഹ്മചാരിയാണോ? ഗോപികമാരോടൊക്കെ നൃത്തം വയ്ക്കുന്ന രാത്രിയിൽ ആടുന്ന കൃഷ്ണൻ എങ്ങനെ ബ്രഹ്മചാരിയാകാം? Do you all agree that Krishna is Balabrahmachari? നിങ്ങൾ എല്ലാവരും സമ്മതിച്ചോ? എല്ലാവർക്കും സമ്മതാണോ? Any doubt you have? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്നാ ചോദിക്കുന്നത്? Yes, you have doubt. That is why there is no big yes that he is a Balabrahmachari. There is a doubt, and I will clear your doubt. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നാണ് ബാബുജി പറഞ്ഞത്. ഇല്ലെങ്കിൽ എല്ലാവരും ഞാൻ ഉറക്കെ പറയുമായിരുന്നു. അതില്ലാത്തതിന്റെ പേരിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്ന് അർത്ഥം. അതിപ്പോ ക്ലിയർ ചെയ്തു തരാന്നാണ് പറഞ്ഞത്. Krishna
how can Krishna have any, means if he is not a Balabhadra, he, whatever Rasa Leela, Krishna only becoming all gopis or everything. Krishna is only this trees, Krishna is only insect in everything. Krishna is there in Paramatma Rupa. So what he will enjoy? He will enjoy body? You tell me. What he does not have, that he will enjoy. Enjoyment happens when we don't have anything. When you are the owner of that something, then what is there? You are owing everything. It is yours. It is nobody else's things. Then there is no question that you are taking something, somebody else's things and using it. It is his property. It is his. All gopis are him only, nobody else. He is duplicate. So he is playing with his duplicate. So is that proof that he is a Bal Brahmachari? I want yes or no. അപ്പൊ ഇത് പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഭഗവാന്റെ തന്നെ എക്സ്പാൻഷൻ ആയിട്ടാണ് ഈ ഗോപികോന്മാരൊക്കെ വന്നിട്ടുള്ളത്. ഇത് മാത്രമല്ല, നമ്മുടെ ഉള്ളില് പരമാത്മാവായിട്ടിരിക്കുന്നതും അതേ ഭഗവാൻ തന്നെയാണ്. ഇതെല്ലാം ഭഗവാന്റെയാണ്. അപ്പൊ അദ്ദേഹം എന്റെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്റേതെടുത്ത് സ്വയം ഞാൻ സന്തോഷിക്കുമ്പോ അതിലെന്തെങ്കിലും ഇത് പറയാൻ പറ്റും നമ്മൾക്ക്? അപ്പൊ ഞാൻ തന്നെയാണ് എല്ലാമെങ്കിൽ, ഭഗവാൻ തന്നെയാണ് എല്ലാമെങ്കിൽ, പിന്നെ അദ്ദേഹം എങ്ങനെ ഇതാകും? എന്താ പറയാ, മറ്റുള്ള ശാരീരികമായിട്ട് ചിന്തിക്കുമ്പോൾ മാത്രമാണ് നമ്മൾക്ക് അങ്ങനെ ഇതാകുന്നത്. ഭഗവാൻ ഓരോ ശരീരത്തിലും പരമാത്മാവായിട്ട് ഭഗവാൻ ഇരിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം എൻജോയ് ചെയ്യുന്നത് എന്താ? ആ ആത്മസ്വരൂപത്തിലും ആത്മാവും പരമാത്മാവായിട്ടുള്ള ആ ഒരു ഇതിലാണ് എൻജോയ്മെന്റ് നടക്കുന്നത്. അല്ലാണ്ട് ഈ ശരീരമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള എൻജോയ്മെന്റ് അല്ല അദ്ദേഹം ചെയ്യുന്നത്. എല്ലാം അദ്ദേഹം തന്നെയാണ്. So it is just Leela, not enjoyment. It is just Leela. So of course he is a Bal Brahmachari. Now do you agree everybody? I want big yes or no? Yes. അതുകൊണ്ടാണ് ബാലബ്രഹ്മചാരിയാണെന്ന് പറയുന്നതിന്റെ മെയിൻ ഉദാഹരണം അത് തന്നെയാണ്. അദ്ദേഹം ബാലബ്രഹ്മചാരിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. Anybody asks whether he is Bal Brahmachari, you should have proper answer to any question asked. You should have proper answer. Otherwise, we will fail as a Sanatani. ആളുകളെ കുറിച്ച് 2-3 വർഷങ്ങൾക്ക് മുന്നേ കേരളത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നു ഇല്ലേ? എത്രയോ ബ്രാഹ്മണ കുടുംബത്തിലുള്ള കുട്ടികൾ വരെ നമ്മുടെ മതത്തിൽ നിന്ന് മാറി, സനാതന ധർമ്മത്തിൽ നിന്ന് മാറി മറ്റുള്ളവർക്ക് ചേക്കേറി. കാരണം മറ്റുള്ളവർ ചോദിക്കുമ്പോൾ അതിന് പ്രോപ്പറായിട്ടുള്ള ഉത്തരം കൊടുക്കാൻ അവർക്ക് കഴിയുന്നില്ല. കാരണം എന്താ? നമ്മൾ ഓരോരുത്തരുടെയും തെറ്റ് തന്നെയാണ്. കാരണം നമ്മളെ സനാതന ധർമ്മത്തെ കുറിച്ച് പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കാൻ നമ്മൾ ശ്രമിച്ചില്ല. അവരെ ഡോക്ടറാകാൻ, എഞ്ചിനീയർ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ കലോത്സവത്തിൽ ഫ്രണ്ടിൽ വരാൻ വേണ്ടിയിട്ടും ഉന്തി തള്ളി ട്യൂഷനായിട്ടും മറ്റുള്ളതിനായിട്ടൊക്കെ വിട്ടപ്പോ നമ്മളുടെ സംസ്കൃതി നമ്മൾക്ക് നഷ്ടമായി. പക്ഷെ മറ്റുള്ളവരെന്താ ചെയ്യാ? 4 വയസ്സാകുമ്പോ അല്ലെങ്കിൽ 3 വയസ്സ് കഴിയുമ്പോ തന്നെ നേരെ ഒത്തുപള്ളിയിൽ കൊണ്ടുപോയിട്ട് അവർ മദ്രസയിൽ കൊണ്ടുപോയിട്ട് അവർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റി. അവരെന്താണെന്ന് അവരറിഞ്ഞു. ആര് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ മതത്തിനെ കുറിച്ചിട്ട് പറയാൻ, അവരുടെ ഭഗവാനെ കുറിച്ചിട്ട് പറയാൻ അവർക്ക് 100 നാവുണ്ടായിരുന്നു. പക്ഷെ നമ്മൾക്ക് നേരെ തിരിച്ചായിരുന്നു. കാരണം നമ്മൾ തന്നെയാണ് അതിന് ഉത്തരവാദികൾ, മറ്റാരുമല്ല. അപ്പൊ ഇതിൽ നിന്ന് ഒരു മാറ്റം നമ്മളിലെങ്കിലും, ഈ 52 പേരിലെങ്കിലും ഇതിൽ നിന്നൊരു മാറ്റം വരണം. എങ്ങനെ? ഇനിയുള്ള സമയങ്ങളിലെങ്കിലും നമ്മളായിട്ട് വളരാൻ ശ്രമിക്കണം. ഞാൻ ആരാണെന്ന് ഇപ്പൊ മനസ്സിലായി നമ്മൾക്ക്, ഇല്ലേ? ഞാൻ ആരാ? ആത്മാവാണ്. അതിന്റെ ഡ്യൂട്ടി എന്താ? നമ്മുടെ കർമ്മം ഭഗവാന് സേവനം ചെയ്യുക എന്നുള്ളതാണ്. ഭഗവാന് സേവനം ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊക്കെ വെജിറ്റേറിയൻസ് ആയിരിക്കണം. എന്തിന് വെജിറ്റേറിയൻസ് ആയിരിക്കണം എന്നുള്ളതൊക്കെ ഞാൻ കാര്യകാരണ സഹിതം അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾക്കൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കിയിട്ടെങ്കിൽ ഇനിയുള്ള തലമുറയെങ്കിലും നല്ല രീതിയിൽ വരണമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാറ്റം അത്യാവശ്യമാണ്. പക്ഷെ അത് എന്നിൽ നിന്ന് തന്നെ തുടങ്ങട്ടെ എന്ന് ഞാൻ തീരുമാനിച്ചാൽ, എല്ലാവരും അതുപോലെ തീരുമാനിച്ചാൽ വളരെ സിമ്പിളായിട്ട് നമ്മൾക്ക് നമ്മളുടെ സമൂഹത്തിൽ ഇതൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. വരും തലമുറ ഇതുപോലുള്ള ഒരു നാശാവസ്ഥയിലേക്ക് പോകില്ല.
There is no reference in any Devi Bhagavatam that you have to do bali of Narabali. Any life you can kill. No Devi Bhagavatam is saying. It is that मोर करी बनाने के लिए बना यूज करते हैं ना, that the white color ash gold, that is used, not any other bali. Be careful. It is not written in Shastra. Or whoever is doing, they have to become that animal in next life. Be careful. നരബലിയെ ഒന്നും ഒരു ബലിയും മൃഗങ്ങളായാലും നരബലിയായാലും ഒന്നും ഒരു ശാസ്ത്രങ്ങളും ദേവീശാസ്ത്രങ്ങളും ഒന്നും അനുശാസിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അഥവാ അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏത് മൃഗത്തിനെയാണോ ബലി കൊടുക്കുന്നത് അതേ മൃഗമായിട്ട് വീണ്ടും ജന്മം എടുക്കേണ്ടി വരും. അത് ബലി മാത്രമല്ല, നമ്മളിപ്പോ ഒരു മൃഗത്തിനെ അല്ലെങ്കിൽ മറ്റ് ഇതൊക്കെ കഴിക്കുന്നുണ്ടെങ്കിലും അതിനു വേണ്ടിയും നമ്മൾ ഓരോ ജന്മം എടുക്കേണ്ടി വരും. നമ്മൾ ഒരു ജന്മം എടുക്കുമ്പോൾ നമ്മൾ അങ്ങനെ പറഞ്ഞ എവിടെ ഞാൻ വായിച്ചെന്ന കറക്റ്റ് എത്രയാണെന്ന് എനിക്കറിയില്ല. നമ്മൾക്ക് अमावास्या ऐसा कुछ है माता जी में इधर सुना अमावास्या हम लोग ऐसा कुछ दिन में आया तो अमावास्या दिन में रात को 12 बजे के टाइम पे तो खाली है ना मूर्ति का उधर जाके उसको काटने का टाइम बोलना है ये इसी जन्म में आपका जीवन में निकालते हैं। तो नेक्स्ट जन्म में आप मेरा जीवन ले लो, पूरी बात है. ഈ ജന്മത്തില് നിന്റെ ജീവൻ ഞാൻ എടുക്കണം, എന്റെ നാവിന്റെ ടേസ്റ്റ് വേണ്ടി. അടുത്ത ജന്മത്തില് നീ എന്റെ ജീവൻ എടുത്തു. അപ്പോ നമ്മൾ ഒരു ദിവസം ഒരു പ്രാവശ്യം നോൺ കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു ജന്മം എക്സ്ട്രാ. ഓരോ ദിവസവും നമ്മൾ 2 നേരം വെച്ചിട്ടും 3 നേരം വെച്ചിട്ടും പലതും മാറി മാറി നമ്മൾ കഴിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആഴ്ചയിൽ 4 ദിവസം 3 ദിവസം കഴിക്കുന്നുണ്ട്. അപ്പൊ എത്ര ജന്മം നമ്മൾ എടുക്കേണ്ടി വരും? ഇതൊന്നും എടുക്കാതെ ഇവിടുന്ന് പോകാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ പലയിടത്തും പോയി എനിക്ക് പുനർജന്മില്ല. പുനർജന്മില്ലാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞു എങ്ങനെ അങ്ങോട്ട് പോകാൻ പറ്റും? നമ്മള് ആ പർവ്വതം പോലെ കൂട്ടിയിട്ടിരിക്കുന്ന പാപം അടിച്ചു വെച്ചതിന് ശേഷം അങ്ങോട്ട് പോകാം. അതിനുള്ള മരുന്നെന്താ പറഞ്ഞത്? പ്രസാദം കഴിക്കാൻ പറഞ്ഞല്ലേ? ആ പ്രസാദം എങ്ങനെ കഴിക്കണമെന്നും പറഞ്ഞു തന്നിരുന്നു അല്ലേ? ഇനി അതിനുള്ള മാർഗം കൂടി പറഞ്ഞുതരാം. ഇനി നിങ്ങൾ വെജിറ്റേറിയൻസ് അല്ല, നോൺ കഴിക്കുന്നവരാണ്, വെജിറ്റേറിയൻ ആകാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാൻ ഒരേ ഒരു കാര്യമുള്ളൂ, നന്നായിട്ട് ഇവിടെ നിന്ന് തന്നെ പ്രാർത്ഥിക്കാം. എനിക്ക് വെജിറ്റേറിയൻ ആകണം, എന്റെ വീട്ടുകാരെ വെജിറ്റേറിയൻ ആക്കണം. എന്താ ചെയ്യേണ്ടത്? 4 ദിവസം ആഴ്ചയിൽ കുക്ക് അല്ലെങ്കിൽ 5 ദിവസം ആഴ്ചയിൽ കുക്ക് ചെയ്യുന്ന മാതാജിമാരാണെങ്കിൽ ഒരു തീരുമാനം എടുക്കാം, ഇനി മുതൽ 4 ദിവസമേ ആഴ്ചയിൽ കുക്ക് ചെയ്യണം. ഇത് പറ്റില്ലേ? ഒരു ദിവസം കട്ട് ചെയ്തു ഇവിടെ വെച്ചിട്ടാണ്. രാധാറാണിന്റെ കാര്യങ്ങളുണ്ടാവും, ഭഗവാന്റെ കാര്യങ്ങളുണ്ടാവും. ഒരു 6 മാസം കഴിഞ്ഞു പോകുമ്പോൾ അടുത്ത ഡോസ് ഗുളിക. ഇനി ഞങ്ങൾ 4 ദിവസം വെക്കില്ല, ആഴ്ചയിൽ 3 ദിവസമേ വെക്കുള്ളൂ. അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് വെറുതെ വേണ്ടത് നെറ്റിൽ തപ്പിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി വെജിറ്റേറിയൻ ഫുഡിന്റെ ലിസ്റ്റ് ആയിരക്കണക്കിന് ഇങ്ങോട്ട് വരും. നല്ല ഓരോ ആഴ്ചയിലും ഓരോന്ന് ഉണ്ടാക്കി അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുക. അവരുടെ നാടിന്റെ ടേസ്റ്റ് അങ്ങോട്ട് മാറ്റുക. നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. നമ്മൾ ഉണ്ടാക്കുന്നത് ഒരുപാട് മസാലകളൊക്കെ ഇട്ടിട്ട് പൊരിച്ചും വറുത്തൊക്കെ അല്ലേ? ഇതേ നമ്മളെ പോലുള്ള മനുഷ്യരാണ് ചൈനയിലായാലും ഫിലിപ്പീൻസിലായാലും ഒക്കെ ഉള്ളത്. അവർക്ക് ഇത് കൊണ്ടു കൊടുത്തതിന് കണ്ട വഴി ഓടുവരും. അവർക്ക് എന്താ വേണ്ടത്? വെറുതെ ബോയിൽ ചെയ്തിട്ട് ഇതിൽ ഒന്നില്ലെങ്കിൽ കുരുമുളക് ഇടും, അല്ലെങ്കിൽ അല്പം ചെറുനാരങ്ങ ഉപ്പിടും. ഇതാണ് അവർ കഴിക്കുക. നല്ല ടേസ്റ്റിലല്ല അവർ കഴിക്കുക. എന്താണ്? അവരാ ടേസ്റ്റാണ് കൊടുത്ത് ശീലിച്ചിട്ടുള്ളത്. നമ്മളെ നാവിന് നമ്മൾ ഈ ടേസ്റ്റാണ് കൊടുത്ത് ശീലിച്ചിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സിമ്പിൾ. ഹരിബോൽ ഹരിബോൽ ഡോണ്ടോ നമ്മൾ കൊടുത്ത് ശീലിച്ചിട്ടുള്ളതാണ് നമ്മൾക്ക് തിരിച്ചു കിട്ടുക. അപ്പോ നല്ല ടേസ്റ്റുള്ള വെജിറ്റേറിയൻ ഫുഡ് വീട്ടുകാർക്ക് അപ്ലൈ ചെയ്തു തുടങ്ങും. ഒരു 6 മാസം കഴിയുമ്പോൾ ഇനി ഞാൻ 3 ദിവസം വെക്കില്ല, 2 ദിവസമേ വെക്കുള്ളൂ.
അപ്പോഴിതുപോലെ അപ്പോൾ ചെയ്യാം. അപ്പൊ വീട്ടുകാർ പറയില്ലേ ഇനി അത് വേണ്ട നമുക്ക് ഇത് മതി, ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. എന്താ ആ ടേസ്റ്റ് തരുന്നത് ആരാ? രസമായിട്ട് ഇരിക്കുന്നത് ഭഗവാനാ. ആ ഭഗവാൻ അവരുടെ ടേസ്റ്റ് അങ്ങോട്ട് മാറ്റും. പക്ഷെ അതിന് ആഗ്രഹം നിങ്ങൾ ഓരോരുത്തർക്കും വേണം. എനിക്ക് വെജിറ്റേറിയൻ ആകണോടൊപ്പം എന്റെ വീട്ടുകാരെയും വെജിറ്റേറിയൻ ആക്കിയിട്ട് എനിക്ക് ഇതേ ജന്മത്തിൽ തന്നെ ഭഗവാനിലേക്ക് പോകണം എന്നുള്ള ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് തീരുമാനമെടുത്ത് നിങ്ങൾ ശ്രമിച്ചു നോക്കൂ. ഇന്ന് വരെ എല്ലാ ദിവസവും കഴിച്ചേ അടങ്ങൂ എന്നുള്ള വീട്ടുകാർ വരെ ചെല്ലുമ്പോ പറയും ഈ ഉണ്ടാക്കുന്ന ആ ഭക്ഷണമാണ് ടേസ്റ്റ്, മറ്റേത് വേണ്ട എന്ന് പറയും. അതാണ് താല്പര്യമില്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറയാ നിങ്ങൾ പുറത്തുനിന്ന് കഴിച്ചിട്ട് വന്നോളൂ, ഈ വീട്ടിൽ ഇനി വെക്കില്ല. വഴി അവർ വരുമ്പോ പറയാ നേരെ ബാത്റൂമിൽ പോയിട്ട് ഒന്ന് കുളിച്ചോളൂ. അവർ കുളിക്കുന്ന സമയത്ത് ഒരു മോപ്പ് ഇങ്ങനെ തുറച്ചു വെക്കുക. വീട്ടിലുണ്ടാക്കുന്ന എല്ലാ ഭക്ഷണവും ഭഗവാന് നേതിയായിട്ട് കൊടുക്കുക. പ്രസാദമായിട്ട് ഇവർക്കൊക്കെ അപ്ലൈ ചെയ്യൂ. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ നേടാൻ പറ്റും. നിങ്ങളൊന്നും കഴിഞ്ഞ കൊല്ലം ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇന്ന് ഇവിടേക്ക് നിൽക്കുള്ളൂ, ചിന്തിച്ചിട്ടുണ്ടാവും. അറിഞ്ഞില്ലേ? അടുത്ത കൊല്ലം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല നിങ്ങളെല്ലാവരും വെജിറ്റേറിയൻ ആകുമെന്നും വീട്ടുകാരെ വെജിറ്റേറിയൻ ആക്കാൻ പറ്റുമെന്നും. അതും സംഭവിക്കും. അതിന് മനസ്സ് വെക്കുക. നത്തിങ് ഇമ്പോസിബിൾ. പറ്റാത്തതായിട്ട് യാതൊരു കാര്യവും ഭൂമിയിലില്ല. ആ ഗോവർദ്ധന ഇങ്ങനെ പിടിച്ചില്ല, അങ്ങനെ ആ നഗരത്തുമ്മലാണ് പിടിച്ചത്. ആ ഗോവർദ്ധന 24 കിലോമീറ്ററുള്ള ഇത്. അത് അദ്ദേഹത്തിന് കഴിയുമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മക്കളായിട്ടുള്ള നമ്മൾക്ക് പറ്റാത്തതായിട്ട് എന്തെങ്കിലില്ല. അവർ മനസ്സ് മാത്രം So all the leelas will be around.